ഹായ് ഹലോ നമസ്കാരം. ലോ ടുഡേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർക്ക് ഗുണം ലഭിക്കുന്ന ഒരു വലിയ നിയമ ഭേദഗതി കഴിഞ്ഞ ദിവസം കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കുകയുണ്ടായി. 1968 നിലവിൽ വന്ന കേരള നികുതി വസൂലാക്കൽ നിയമവുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഭേദഗതി വന്നിട്ടുള്ളത്. ഇത് പ്രകാരം ഏത് സ്ഥാപനങ്ങളുടെ ജപ്തി നടപടികളിലും സർക്കാരിന് ഇനി നേരിട്ട് ഇടപെടാൻ സാധിക്കും. മാത്രമല്ല, പിഴപ്പലിശ കുറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും സർക്കാരിന് തീരുമാനമെടുക്കാൻ സാധിക്കും. ഈ നിയമത്തിന് മുമ്പ് സഹകരണ മേഖലയിലെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇനി മുതൽ ഷെഡ്യൂൾഡ് ബാങ്ക് അടക്കമുള്ള പ്രൈവറ്റ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ജപ്തി നടപടികളിന്മേൽ സർക്കാരിന് നടപടി സ്വീകരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ജപ്തി ചെയ്യുന്ന ഭൂമി ആരും ഏറ്റെടുത്തില്ലെങ്കിൽ 1 രൂപ നിരക്കിൽ സർക്കാർ ഏറ്റെടുക്കും. ഈ വസ്തുവിന്റെ ഉടമസ്ഥന് 5 വർഷത്തിനുള്ളിൽ തുക നൽകിക്കൊണ്ട് ഈ ഭൂമി തിരിച്ചെടുക്കാനാവും. വസ്തുവിന്റെ അവകാശി ജീവിച്ചിരിപ്പില്ലെങ്കിൽ അനന്തരാവകാശിക്ക് ഈ അപേക്ഷ നൽകാവുന്നതാണ്. 25,000 രൂപ വരെയുള്ള തുകയിന്മേൽ തഹസിൽദാർക്കും 1 ലക്ഷം രൂപ വരെയുള്ള തുകയിന്മേൽ ജില്ലാ കളക്ടർക്കും 5 ലക്ഷം രൂപ വരെയുള്ള തുകയിന്മേൽ റവന്യൂ വകുപ്പ് മന്ത്രിക്കും 10 ലക്ഷം രൂപ വരെയുള്ള തുകയിന്മേൽ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും 20 ലക്ഷം രൂപ വരെയുള്ള കുടിശ്ശിക തുകയിന്മേൽ മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകാവുന്നതാണ്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കുടിശ്ശിക തുകയിന്മേൽ സംസ്ഥാന സർക്കാരിനാണ് തീരുമാനമെടുക്കാനാകുക. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ സാമ്പത്തിക ബാധ്യതന്മേൽ ജപ്തി ഭീഷണി നേരിടുന്ന വീട് വിട്ടിറക്കേണ്ടി വരുന്ന സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർക്കാണ് 5 വർഷ കാലയളവിനുള്ളിൽ കുടിശ്ശിക തുക നൽകിക്കൊണ്ട് സ്വന്തം ഭൂമിയും വസ്തുവും തിരികെ പിടിക്കാനുള്ള സമാശ്വാസം നൽകുന്ന ഈ നിയമം പ്രാവർത്തികമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ നടന്നു വരികയാണ്. നിയമം പ്രാബല്യത്തിൽ വന്നാൽ സാധാരണക്കാരായ നിരവധി മനുഷ്യർക്ക് ഗുണപ്പെടുന്ന നിയമമായി കേരള നികുതി വസൂലാക്കൽ ഭേദഗതി നിയമം നടപ്പാവും. ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺ ലോ ടുഡേ. താങ്ക് യു.